ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അനധികൃതമായി ബാങ്കിൻ്റെ ഭരണസമിതി പിരിച്ചുവിട്ടത്. ബാങ്കിനെതിരെ ഒരു 65 എൻക്വയറിയാണ് കോൾ ഫോർ ചെയ്തത്. അതിനൊരു ഉദ്യോഗസ്ഥനെ നിയമിച്ചു. 11-ാം തീയതി അദ്ദേഹം വന്ന് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ആ കത്ത് ബാങ്കിൽ ഏൽപ്പിച്ചു. അന്ന് ഞാനും എം ഡിയും ബാങ്കിൻ്റെ തന്നെ ഒരു മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട് എറണാകുളത്ത് പോയിരിക്കാണ്ട് എത്താൻ പറ്റിയില്ല, അന്നില്ലായിരുന്നു. 13-ാം തീയതി എം ഡിയും ഞാനും ഉണ്ടായിരുന്ന സമയത്ത് ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം നോക്കി 64 രേഖകളാണ് ആവശ്യപ്പെട്ടിരുന്നത്. ഈ 64 രേഖകൾ ആവശ്യപ്പെട്ടതിൽ 12 രേഖകൾ റിസർവ് ബാങ്ക് കോൺഫിഡൻഷ്യൽ എന്ന് പറഞ്ഞ് നൽകിയ രേഖകളാണ്. ആ 12 രേഖകൾ നൽകാൻ അനുവദിക്കണം എന്ന് പറഞ്ഞ് RBIക്ക് ഞങ്ങൾ കത്തെഴുതി. മാത്രമല്ല ഞങ്ങൾ 13-ാം തീയതി തന്നെ ബോർഡ് യോഗം അടിയന്തരമായി വിളിച്ചു. 14-ാം തീയതി ബോർഡ് യോഗം വിളിച്ചിട്ട് ബോർഡിൻ്റെ തീരുമാനം അനുസരിച്ച് കൂടിയാണ് RBIക്ക് കത്തെഴുതിയത്. ഈ പറഞ്ഞ രേഖകളെല്ലാം തന്നെ ഞങ്ങൾ തയ്യാറാക്കി വെച്ചു. ഞങ്ങൾ സമയം തരണമെന്ന് ആവശ്യപ്പെട്ടു. അവർ സമയം അനുവദിച്ചു തന്നു. 17-ാം തീയതി രാവിലെ നൽകണം എന്ന് പറഞ്ഞു. അതനുസരിച്ച് രേഖകളെല്ലാം തയ്യാറാക്കി വെച്ചു. RBIയുടെ 12 രേഖകൾ ഒഴികെയുള്ള രേഖകളെല്ലാം തയ്യാറാക്കി വെച്ചു. ഉദ്യോഗസ്ഥൻ ഉച്ച കഴിഞ്ഞ് 3 മണിക്കാണ് എത്തിയത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ ആ രേഖകളൊക്കെ മറിച്ച് നോക്കിയിട്ട് നാളെ രാവിലെ വന്ന് വിശദമായി നോക്കി ശേഖരിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ് പോയതാണ്. പിന്നീട് അദ്ദേഹം വന്നത് ഈ പറയുന്ന ഇന്നലെ ജോയിൻ്റ് രജിസ്ട്രാറ് ഞങ്ങളെ പിരിച്ചുവിട്ടുള്ള ഉത്തരവുമായിട്ടാണ് വന്നത്. നമ്മൾ ഓർക്കണം, 13-ാം തീയതി കഴിഞ്ഞ് 14-ഉം 15-ഉം 16-ഉം അവധി ദിവസങ്ങളാണ്. സ്വാതന്ത്ര്യദിനവും പിന്നെ ഞായറാഴ്ചയും. ഈ 2 അവധി ദിവസങ്ങൾ കഴിഞ്ഞ് 17-ാം തീയതി നമ്മൾ കൊടുക്കാം എന്ന് പറയുക അവർ അനുവദിക്കുകയും ചെയ്തതാണ്. 17-ാം തീയതി അദ്ദേഹം 3 മണിക്ക് എത്തി രേഖകൾ ലഭിച്ചിട്ടില്ല എന്ന നിലപാടെടുത്തങ്ങ് പോവുക. അന്നേരം ഞങ്ങളോട് ലോഹ്യമായി പറഞ്ഞത് ഞാൻ വന്ന് നാളെ രാവിലെ വാങ്ങിക്കൊള്ളാം എന്ന് പറഞ്ഞു. ഇതൊരു ബോധപൂർവമായ ശ്രമത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളത് ആണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. മാത്രമല്ല നമ്മൾ BR ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ്. നമ്മളൊരു അർബൻ കോപ്പറേറ്റീവ് ബാങ്കാണ്. BR ആക്ട് നിങ്ങൾ പരിശോധിച്ചാൽ 36AAA 36A എന്ന വകുപ്പിൽ കൃത്യമായി പറയുന്നുണ്ട് BR ആക്ടിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളെ പിരിച്ചുവിടാനുള്ള അധികാരം RBIക്ക് മാത്രമാണ്. RBIയുടെ മുമ്പിൽ ഇവർ നേരത്തെ RBI പിരിച്ചുവിടുന്നതിന് തന്നെ പറയുന്നുണ്ട് 1 മാസത്തെ നോട്ടീസ് തന്ന് മറുപടി ശേഖരിച്ചിട്ടേ പിരിച്ചുവിടാൻ പറ്റുള്ളൂ എന്ന് BR ആക്ടിൽ പറയുന്നുണ്ട്. KCS ആക്ട് 32 അനുസരിച്ച് ഈ അർബൻ ബാങ്കിൻ്റെ ഭരണസമിതിയെ പിരിച്ചുവിടാൻ യാതൊരു അധികാരവും ഈ സർക്കാരിനില്ല. ഇത് ബോധപൂർവമായ ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമാണ്. ഇന്നത്തെ കമ്മിറ്റിയെ ഡീസ്റ്റെബിലൈസ് ചെയ്ത് ഈ ബാങ്കിനെ കുഴപ്പത്തിലാക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമത്തിൻ്റെ ഭാഗമാണ്. പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഫ്ലിംസിയാണ്. കാരണം അതിനകത്ത് ഏറ്റവും പറയുന്ന ഞങ്ങൾ 1 ടൈം സെറ്റിൽമെൻറ്റ് കൊടുത്തു. 1 ടൈം സെറ്റിൽമെൻറ്റ് കൊടുക്കാനായിട്ട് കോംപ്രമൈസ് സെറ്റിൽമെൻറ്റ് പോളിസി RBI ഇറക്കിയിട്ടുണ്ട്. RBIയുടെ കോംപ്രമൈസ് സെറ്റിൽമെൻറ്റ് പോളിസി അനുസരിച്ച് ഓരോ ബാങ്കിനും സെറ്റിൽമെൻറ്റ് പോളിസി തയ്യാറാക്കി RBIക്ക് അയക്കാം. RBIക്ക് അയക്കുകയും RBIയുടെ അനുമതിയോടുകൂടിയാണ് ഇതെല്ലാം ചെയ്തത്. മാത്രമല്ല ഞങ്ങളുടെ ബോർഡിൽ ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ കൂടെ RBIയുടെ ഒരു അഡീഷണൽ ഡയറക്ടർ S. ശങ്കർ കൂടി അംഗമാണ്. അദ്ദേഹം കൂടി ഇരുന്നാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. റിസർവ് ബാങ്കിൻ്റെ അഡീഷണൽ ഡയറക്ടർ S. ശങ്കർ കൂടി ഡയറക്ടർ ബോർഡിലും അതോടൊപ്പം തന്നെ അദ്ദേഹം ഓഡിറ്റ് കമ്മിറ്റിയിലുമുണ്ട്. ഈ ഡയറക്ടർ ബോർഡ് ഓഡിറ്റ് കമ്മിറ്റിയുമാണ് ഈ 1 ടൈം സെറ്റിൽമെൻ്റ് എല്ലാം അനുവദിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ മാത്രമല്ല റിസർവ് ബാങ്കിൻ്റെ ഏറ്റവും ഒടുവിലുള്ള ഇൻസ്പെക്ഷൻ കഴിഞ്ഞ 2025 ഡിസംബർ മാസം പൂർത്തീകരിച്ചു. RBIക്ക് ഇല്ലാത്ത ഒരു പരാതിയാണ് ഇപ്പോൾ സർക്കാർ ഉന്നയിച്ചത്. അവരുമായിട്ടൊരു ബന്ധമുള്ളതല്ല. 1 ടൈം സെറ്റിൽമെൻറ്റ് പോളിസി, കോംപ്രമൈസ് സെറ്റിൽമെൻറ്റ് പോളിസി അത് RBI ഇറക്കിയിട്ടുള്ള പോളിസിയുടെ വെച്ച് ചെയ്തിട്ടുള്ളതാണ്. 1. 2, കെട്ടിട നവീകരണം മുഴുവൻ നടത്തിയിട്ടുള്ളത് ജോയിൻ്റ് രജിസ്ട്രാർ പെർമിഷനോട് കൂടിയാണ് കെട്ടിട നവീകരണം നടത്തിയിട്ടുള്ളത്. ജോയിൻ്റ് രജിസ്ട്രാർ അതിൻ്റെ ഒരു ഉദ്ഘാടനത്തിന് ജോയിൻ്റ് രജിസ്ട്രാർ പ്രതിനിധികളും വന്ന് പങ്കെടുത്തു. മറ്റേ ഉദ്ഘാടനം ഈവനിംഗ് ഒക്കെ ആയിരുന്നുകൊണ്ട് പലരും വന്നില്ല. പക്ഷേ ജോയിൻ്റ് രജിസ്ട്രാറുടെ അനുമതിയോടുകൂടിയാണ് കെട്ടിട നവീകരണം എല്ലാം നടത്തിയിട്ടുള്ളത്. നഷ്ടത്തിലാണ് ബാങ്ക്. ഞങ്ങൾ ചുമതലയേൽക്കുമ്പോൾ ബാങ്കിൽ 48% NPA. അത് ഇപ്പോൾ കുറച്ച് കൊണ്ടുവന്ന് 6% താഴെയാണ് ഇപ്പോൾ NPA കഴിഞ്ഞ ജൂണിൽ.
ഈ സെറ്റിൽമെൻറ്റ് കൊടുക്കുക. കാരണം സംസ്ഥാന സർക്കാരും സെറ്റിൽമെൻറ്റ് കൊടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. നമുക്ക് തന്നെ അറിയാമല്ലോ, ഈയിടയിൽ 100 ദിവസ പദ്ധതിയുടെ ഭാഗമായി തന്നെയും വൺ ടൈം സെറ്റിൽമെൻറ്റ് അനുവദിച്ചു. എങ്ങനെയെങ്കിലും വായ്പ കണക്ക് അവസാനിപ്പിക്കുക എന്ന താല്പര്യത്തോടു കൂടിയാണ് കോംപ്രമൈസ് സെറ്റിൽമെൻറ്റ് പോളിസി. ഞങ്ങൾ ഒരാളെ പോലും അനധികൃതമായി വൺ ടൈം സെറ്റിൽമെൻറ്റ് പോളിസി ഉപയോഗിച്ച് ഇല്ല. ഇതെല്ലാം വായ്പക്കാർക്കല്ലേ നമ്മൾ സെറ്റിൽമെൻറ്റ് കൊടുത്തത്, ഞങ്ങളാരും കയ്യിലോട്ട് മേടിക്കാമല്ലോ പണം. ഇതിനകത്ത് ഒരു അഴിമതിയും ആരും ആരോപിച്ചിട്ടുമില്ല. അതാ വൺ ടൈം സെറ്റിൽമെൻറ്റ് പോളിസിയിൽ നഷ്ടം വരുത്തി എന്നാണ് പറഞ്ഞു. അതെല്ലാം തന്നെ വായ്പ എടുത്ത് ഈ വായ്പകളെല്ലാം കൊടുത്ത് D3 വായ്പകളാണ്. ഈ വായ്പകളെല്ലാം കൊടുത്തത് കഴിഞ്ഞ UDFൻ്റെ ഭരണസമിതിയുടെ കാലത്ത് കൊടുത്ത വായ്പകളാണ്. അത് ഇവിടുന്ന് ഈ നാട്ടിൽ പോലും ഇല്ലാത്ത S. ശങ്കർ എന്ന് പറഞ്ഞ ഒരാളിന് 5 ലക്ഷം രൂപ പോലും മൂല്യമില്ലാത്ത വസ്തു വെച്ച് 50 ലക്ഷം രൂപയാണ് കൊടുത്തിട്ടുള്ളത്. S. ശങ്കർ അയ്യർ, മല്ലപ്പള്ളിക്കാരൻ. അങ്ങനെയൊക്കെ ചെയ്ത ബോർഡാണ് ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ കുഴപ്പക്കാരാണ്. ഈ ബോർഡിനെ കുറിച്ച് ഒരാളും ഒരു നാരങ്ങാ വെള്ളം പോലും ബാങ്കിന് അനധികൃതമായി കുടിക്കാത്ത ആളുകളാണ് ഞങ്ങൾ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ബോധപൂർവമായി നടത്തുന്ന ഒരു അറ്റാക്കാണ്. ഈ ബാങ്കിനെ അതിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യുക എന്ന ഒരു ഉദ്ദേശം മാത്രമാണ് ഇതെന്നാണ് പറയാനായിട്ടുള്ളത്.